ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും പെരുന്നാളായി ഒരിക്കൽ കൂടി നമ്മൾ പിറവി തിരുനാൾ ആഘോഷിക്കുകയാണ്. 2000 വർഷം മുമ്പ് സ്വർഗം ഭൂമിക്ക് നൽകിയ ഏറ്റവും വലിയ സ്നേഹ സമ്മാനമാണ് ക്രിസ്തു. പിതാവായ ദൈവത്തിൻ്റെ ഈ സ്നേഹ സമ്മാനം ഏറ്റുവാങ്ങാൻ ഭാഗ്യം കിട്ടിയവരെ നമ്മൾ വിളിക്കുന്ന പേര് വിശ്വാസികളെന്നാണ്. ആ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ സാധിച്ചവർ വളരെ ചുരുക്കമായിരുന്നു. സുവിശേഷത്തിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ അതുപോലെ ഒറ്റപ്പെടലിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടതിൻ്റെ ഒരനുഭവത്തിൽ നിൽക്കുന്ന ആട്ടിടയന്മാർ, അവർക്ക് കിട്ടിയൊരു സൗഭാഗ്യമാണ് പിറവി പെരുന്നാളിൽ ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുവാൻ ലഭിച്ച അവസരം. ജ്ഞാനികളാണ്, എങ്കിലും മനസ്സിൽ നന്മ ഉൾക്കൊണ്ടവർ, പ്രകൃതിയിൽ നോക്കി ദൈവത്തിൻ്റെ മഹത്വം കാണാൻ ഭാഗ്യം ലഭിച്ചവർക്ക് നക്ഷത്രത്തെ അനുഗമിക്കുവാനും അവസാനം ലോകത്തിൻ്റെയും ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും രാജാവിനെ കണ്ടെത്തി വണങ്ങുവാനും രാജാവായി ആദരിക്കുവാനും അംഗീകരിക്കുവാനും സാധിച്ചു. ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങളൊക്കെ നോക്കുമ്പോൾ സ്വീകരിച്ചവരും തിരസ്കരിച്ചവരുമുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിച്ചവരും ക്രിസ്തുവിനെ തിരസ്കരിച്ചവരുമുണ്ട്. ആർക്കാണ് സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയത്? ജീവിതത്തിൻ്റെ ഏതൊക്കെയോ മേഖലകളിൽ എന്തൊക്കെയോ ബലഹീനതകളും കുറവുകളുമുള്ളവർ, കുഷ്ഠരോഗികൾ, അന്ധന്മാർ, തളർവാദ രോഗികൾ, കാറ്റിനെയും കടലിനെയും കണ്ട് ഭയപ്പെടുന്നവർ, ഒരു നീണ്ട സമയം നന്മ കേൾക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് വിശന്ന് തളർന്നു പോയവർ, അവർക്കൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരത്ഭുതമായോ അടയാളമായോ സമ്മാനമായി ലഭിച്ചു. എന്നാൽ ക്രിസ്തു എന്ന സ്നേഹ സമ്മാനത്തെ സ്വീകരിക്കാൻ കഴിയാതെ പോയ എത്രയോ പേരാണ് അന്നും ഇന്നുമുള്ളത്. എൻ്റെ മനസ്സിലേക്കൊരു കഥ ഓർമ്മ വരികയാണ്. വളരെ നന്നായി പഠിക്കുന്ന ഒരു മകൻ, അയാൾക്ക് 2 മക്കളാണുള്ളത്. അതിൽ ഇളയ മകൻ നന്നായി പഠിക്കും. ആ അപ്പൻ, സ്നേഹസമ്പന്നനായ അപ്പൻ, എന്നും മകനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അങ്ങനെ അവൻ പഠിച്ചു വളരുമ്പോൾ ഒരു ദിവസം അപ്പൻ പറഞ്ഞു, മോനെ, എൻ്റെ 10ാം ക്ലാസ്സിലെ പരീക്ഷ അടുത്തു വരികയാണ്. ഈ 10ാം ക്ലാസ് പരീക്ഷയിൽ നീ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങുകയാണെങ്കിൽ നിനക്ക് നീ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹ സമ്മാനം തരും. നിനക്കെന്താണ് വേണ്ടത്? അവൻ അപ്പനോട് ചോദിച്ചു, എനിക്കൊരു ബൈക്ക് വാങ്ങിത്തരുമോ? അപ്പോൾ അപ്പം പറഞ്ഞു, 10ാം ക്ലാസ്സിൽ നിനക്ക് പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് +2 കഴിയുമ്പോൾ +2-ന് റാങ്ക് മാർക്കോടുകൂടി നീ പാസ്സാകുകയാണെങ്കിൽ നിനക്ക് ഞാനൊരു ബൈക്ക് വാങ്ങിത്തരും. അവൻ 10ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് വാങ്ങി. അപ്പൻ്റെ വാഗ്ദാനം അവൻ്റെ മനസ്സിൽ, അത് സ്വന്തമാക്കണം, ആ ഒരു ലക്ഷ്യത്തോടു കൂടി അങ്ങനെ അപ്പൻ്റെ മുമ്പിൽ വിജയിച്ച് അപ്പനെ സന്തോഷിപ്പിക്കണം. അങ്ങനെ ആ മകൻ നന്നായി പഠിച്ചു. +2 വിദ്യാഭ്യാസ കാലങ്ങളിലൊക്കെ അവൻ രാത്രിയും പകലും അധ്വാനിക്കുമായിരുന്നു. ഒരു സമ്മാനത്തിന് വേണ്ടി എന്നതുപോലെ, ഒരു കായിക താരം ഓടുന്നത് പോലെയാണ് അവൻ്റെ വിദ്യാഭ്യാസ കാലം കടന്നുപോയത്. അവൻ അവസാനം പഠിച്ചു, വിജയിച്ചു, ഉന്നതമായ റാങ്ക് വാങ്ങി. ഈ മകൻ അപ്പൻ്റെ അടുക്കൽ തിരികെ ചെന്നിട്ട് അപ്പനോട് പറഞ്ഞു, അപ്പാ, എൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഇതാ, ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു,
അപ്പൻ്റെ വാക്ക് പാലിക്കണം. അപ്പന് വളരെ സന്തോഷമായിരുന്നു. അപ്പൻ്റെ മുഖത്ത് വലിയ സന്തോഷം, ആ ഹൃദയത്തിലെ സന്തോഷം മുഴുവൻ അയാളുടെ മുഖത്തുണ്ടായിരുന്നു. അയാൾ വളരെ സന്തോഷത്തോടെ ഒരു കള്ളച്ചിരിയോടുകൂടി ഒരു സ്നേഹസമ്മാന പൊതിയുമായി മകൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നീ ഇതാ ഇന്ന് ഉന്നതമായ നിലയിൽ പാസ്സായിരിക്കുന്നു. നിനക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത സ്നേഹസമ്മാനം ഇതാ ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് ഒരു പൊതി അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ ചോദിച്ചു, ഈ പൊതിയിൽ എന്താണ്? അപ്പൻ പറഞ്ഞു, ഈ പൊതിക്കുള്ളിൽ ഒരു ബൈബിളാണ്, നീ അത് തുറന്നു നോക്ക്. അവൻ്റെ മുഖം വല്ലാതെ കറുത്തു. അപ്പൻ തന്ന സ്നേഹ സമ്മാന പൊതി വലിച്ചെറിഞ്ഞു. എന്നിട്ട് അപ്പനോട് പറഞ്ഞു, അപ്പന്മാരായാൽ വാക്ക് പാലിക്കണം. അവൻ പിണങ്ങി മുറിയിലേക്ക് പോയി. പിന്നീട് അപ്പൻ പറയാൻ പോകുന്ന ഒരു വാക്കും, അപ്പനവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, ഒരു ആശ്വാസ വാക്കും അപ്പനും അമ്മയും പറഞ്ഞൊന്നും കേട്ടില്ല. അവൻ നേരെ വീട് വിട്ട് പടിയിറങ്ങിപ്പോയി. പിന്നീട് ഒരിക്കലും അപ്പൻ അവനുമായി ബന്ധപ്പെടാൻ ഒരിക്കലും അവൻ അവസരം കൊടുത്തില്ല. പല വിധത്തിൽ ആ അപ്പൻ ആ മകനെ തിരികെ കൊണ്ടുവരുവാനും ആശ്വസിപ്പിക്കുവാനും നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. അവനൊരു വാശിയുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഇനി എനിക്ക് അപ്പൻ്റെ സ്വത്തൊന്നും വേണ്ട, അപ്പൻ്റെ സ്നേഹവും വേണ്ട, സമ്മാനവും വേണ്ട എനിക്ക്. അവൻ തന്നെത്താൻ കഷ്ടപ്പെട്ട് ഒരു വീട് മാറിയെടുത്ത് അവിടെ ജോലികൾ ചെയ്ത്, ഹോട്ടലിലും മറ്റും ജോലി ചെയ്ത് പണം സമ്പാദിച്ച് അവൻ പഠിച്ചു. അപ്പനോടുള്ള വാശി അവനെ കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ അവസാനം അവൻ ഉന്നത നിലയിൽ തന്നെ വീണ്ടും പാസ്സായി. അപ്പൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ കാലം പിന്നിട്ടു. അവൻ പഠിച്ച് ഉന്നത നിലയിൽ ജോലി സമ്പാദിച്ച് കുറേ കാലം കഴിഞ്ഞ് അവൻ ഉന്നത നിലയിൽ ഒരു വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹം കഴിച്ച ഭാര്യയോട് ഒത്ത് ജീവിച്ച് മക്കളൊക്കെ ഉണ്ടായി. വീണ്ടും ക്രിസ്മസ് വന്നു. ഒരു ക്രിസ്മസിൽ മക്കൾക്ക് സ്നേഹ സമ്മാന പൊതി കൊടുക്കുമ്പോൾ മക്കൾ അപ്പനോട് ചോദിച്ചു, പപ്പായിക്ക് ഞങ്ങളെപ്പോലെ ഒരു പപ്പായില്ലേ? ആ പപ്പായിക്കും സ്നേഹ സമ്മാന പൊതിയൊക്കെ തരാറുണ്ടോ? അപ്പോൾ അയാളുടെ മനസ്സിൽ പ്രായം അയാൾക്ക് സമ്മാനിച്ച അനുഭവ സമ്പത്ത് കൊണ്ട് അയാളുടെ മനസ്സിന് ഒത്തിരി മാറ്റം വന്നിരുന്നു. എങ്കിലും അപ്പനോടുള്ള വിരോധം അയാൾ വിട്ടുകളഞ്ഞില്ല. ഒരിക്കൽ പോലും തൻ്റെ ഭവനത്തെക്കുറിച്ചോ അപ്പനെക്കുറിച്ചോ തൻ്റെ മക്കൾക്ക് ഒരിക്കലും അവൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പനുമില്ലേ ഞങ്ങൾ പഠിച്ചതുപോലെ ഒരു സ്കൂള്, ഞങ്ങളുടേതുപോലെ ഒരു നാട് അപ്പനുമില്ലേ? മക്കൾ ചോദിച്ചു തുടങ്ങി. അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയാൻ പറ്റാതെ വന്നപ്പോൾ അപ്പൻ തീരുമാനിച്ചു, ഈ മക്കളെയുമായി സ്വന്തം നാട്ടിൽ പോകണം. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച എൻ്റെ സ്കൂളും എൻ്റെ സ്വപ്നങ്ങളും അതുപോലെ എൻ്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു വീണ ഇടങ്ങളുമൊക്കെ കാട്ടിക്കൊടുക്കണം. ഞാൻ മുറിവേറ്റതും വേദനിച്ചതും സങ്കടപ്പെട്ടതും എന്നെ ഞാനാക്കി തീർത്തതുമായ അനുഭവങ്ങളുടെ വഴിത്താരയിൽ തിരികെ നടക്കണമെന്ന ആഗ്രഹം അയാൾക്കുണ്ടായി. അതൊരു പ്രതികാരത്തിൻ്റെ നടപ്പായിരുന്നു. എവിടുന്നോ മനസ്സിൽ കയറിക്കൂടിയ വിപരീതമായ ഒരന്ധകാരത്തിൻ്റെ ചിന്തകൾ അവനെ ആ ജീവിതകാലം മുഴുവൻ വേട്ടയാടി. ഒരിക്കലും മനസ്സ് തുറന്ന് ചിരിക്കാനോ സന്തോഷിക്കാനോ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവന് സാധിച്ചിട്ടുണ്ടാവില്ല. കാരണം വിപരീത വികാരങ്ങൾ അവൻ്റെ ഹൃദയത്തെ നിറച്ചിരിക്കുകയല്ലേ. അവൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. മക്കളുണ്ടായിരുന്നു, കൂടെ ഭാര്യയുണ്ടായിരുന്നു. അങ്ങനെ അവർ തിരിച്ചു വരുമ്പോൾ അപ്പൻ ചൂണ്ടിക്കാണിച്ചു, ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്, ഇതാണ് ഞാൻ നടന്ന വഴി, ഇതാണ് ഞാൻ സാധനങ്ങൾ വാങ്ങിയിരുന്ന കട, ബുക്ക് വാങ്ങിയിരുന്ന കട. ഓരോന്നും മക്കൾക്ക് കാണിച്ചു കൊടുത്തു. അവർക്ക് വലിയ വിചിത്രമായ കാഴ്ചയായിരുന്നു. ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിലെ കാഴ്ചകൾ ടൗണിൽ ജീവിച്ച കുഞ്ഞുങ്ങൾക്ക് ഒരു വിചിത്ര കാഴ്ചയായിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് അവൻ പോകുമ്പോൾ പരിചയക്കാരായ ചിലരൊക്കെ കണ്ടു. ഇത്രയും കാലം എവിടെയായിരുന്നു? ഒത്തിരി കാലമായല്ലോ കണ്ടിട്ട്. സഹപാഠികളിൽ ചിലരൊക്കെ വഴിയിൽ വെച്ച് അവനെ തിരിച്ചറിഞ്ഞു. അങ്ങനെ നടന്നു പോകുമ്പോൾ എതിരെ ഒരു മനുഷ്യൻ വരുന്നു. അത് അയാളുടെ ജ്യേഷ്ഠനായിരുന്നു. ജ്യേഷ്ഠൻ അയാളെ കണ്ട് ജ്യേഷ്ഠൻ്റെ കണ്ണ് നിറഞ്ഞു. ജ്യേഷ്ഠൻ ചോദിച്ചു, അനിയാ, നീ വീട്ടിലേക്ക് വരുന്നില്ലേ?
അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, എനിക്കങ്ങനെ ഒരു വീടില്ലല്ലോ, എനിക്കങ്ങനെ ഒരു വീടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു അപ്പൻ, എനിക്കങ്ങനെ ഒരു അപ്പനില്ലല്ലോ. എങ്കിലും ജ്യേഷ്ഠൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ അവൻ്റെ പഴയ വീട്ടിലേക്ക് തിരികെ ചെന്നു. ആ പഴയ വീട് അതുപോലെയൊക്കെ തന്നെ കിടക്കുന്നു. അപ്പൻ ഉണ്ടാവുമെന്ന് അവൻ പ്രതീക്ഷിച്ചു, പക്ഷേ അപ്പൻ മരിച്ചു പോയിരുന്നു. അവൻ്റെ മുഖം നിർവികാരമായിരുന്നു. ഒട്ടും സന്തോഷം ആ ഭവനം അവന് സമ്മാനിച്ചില്ല. അവൻ്റെ മുഖം, അവൻ്റെ മനസ്സ് ആ ഭവനം കാണുമ്പോൾ ഒത്തിരി കലുഷിതമായി തീർന്നു. അങ്ങനെ ആ വീടിൻ്റെ തിണ്ണയിൽ അവൻ കയറിയിരുന്നു. മക്കളോട് അവൻ പറഞ്ഞു, ഇതെൻ്റെ വീടാണ്. അപ്പോൾ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, അനിയ, മരിക്കുന്നതിന് മുമ്പ് അപ്പൻ അനേകം പ്രാവശ്യം നിന്നെ കാണണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ നിന്നെ ഒത്തിരി അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്തിയില്ല. മരിക്കുന്നതിന് മുമ്പ് അപ്പൻ എന്നോട് പറഞ്ഞു, അവനെ എന്തെങ്കിലും നീ കണ്ടെത്തിയാൽ ഈ സ്നേഹ സമ്മാന പൊതി അപ്പൻ തന്നതാണെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ കൊടുക്കണം. അങ്ങനെ ഒരു സ്നേഹ സമ്മാന പൊതി എടുത്ത് അനിയൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അനിയനത് വാങ്ങി നോക്കിയപ്പോൾ പേപ്പറുകളൊക്കെ കീറിയ പണ്ട് കാലത്ത് അപ്പൻ തന്ന ആ സ്നേഹ സമ്മാന പൊതി തന്നെയായിരുന്നു. പഴകി, അതുപോലെ പേപ്പറൊക്കെ പഴകി കളറൊക്കെ പോയ ആ സ്നേഹ സമ്മാന പൊതി ആ അനിയൻ്റെ കയ്യിലേക്ക് വീണ്ടും കൊടുത്തു. വലിച്ചെറിയാനൊന്നും തോന്നിയില്ല. അനുഭവവും പ്രായവും അയാൾക്ക് നൽകിയ പക്വത. അയാളത് വലിച്ചെറിഞ്ഞില്ല. അയാൾ പേപ്പർ കൂടുകൾ വലിച്ചു മാറ്റി. അതിനകത്തൊരു ബൈബിളാണ്, ഒരു പഴകിയ ബൈബിൾ. അയാൾക്ക് അതൊട്ടും സന്തോഷം നൽകിയില്ല. എത്രയോ നല്ല ബൈബിളുകൾ എനിക്കുണ്ട്, ഞാൻ എത്ര ബൈബിൾ വാങ്ങിച്ചു. എങ്കിലും വെറുതെ അയാൾ ആ ബൈബിൾ തുറന്നു. ആ ബൈബിൾ തുറക്കുമ്പോൾ അതിനകത്തൊരു കവർ ഇരിക്കുന്നത് കണ്ടു. അയാൾ വെറുതെ ആ കവറ് പൊട്ടിച്ചു നോക്കി. അപ്പോൾ അതിനകത്ത് ഒത്തിരി പഴയ ഒരു എഴുത്തിരിപ്പുണ്ടായിരുന്നു. ആ എഴുത്തിലിങ്ങനെ ഇരുന്നു, എൻ്റെ പ്രിയ മകന്, ഞാൻ നിന്നോട് വാഗ്ദാനം ചെയ്ത സ്നേഹ സമ്മാനം ഞാൻ നിനക്ക് നൽകുകയാണ്. ആ സ്നേഹ സമ്മാനം ഞാൻ നിനക്ക് നൽകുമ്പോൾ അതിൻ്റെ കൂടെ ദൈവത്തെ കൂടി നിനക്ക് സ്നേഹ സമ്മാനമായി നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വേദപുസ്തകത്തിനകത്ത് വെച്ച് നിൻ്റെ സ്നേഹ സമ്മാനം നിനക്ക് വാങ്ങിക്കുവാനുള്ള 1,00,000 രൂപയുടെ ചെക്ക് നൽകുന്നത്. അതുകൊണ്ട് നിൻ്റെ സ്നേഹ സമ്മാനത്തോടൊപ്പം ഒരിക്കലും നീ നിൻ്റെ ദൈവത്തെയും ഉപേക്ഷിക്കരുത്. സത്യത്തിൽ ആ മകൻ്റെ കണ്ണ് നിറഞ്ഞു. അയാളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അപ്പനെന്തിനാണ് കരയുന്നതെന്ന് മക്കൾക്കും ഭാര്യയ്ക്കും മനസ്സിലായില്ല. ജീവിതത്തിൽ എത്രയോ നേരത്തെ ആസ്വദിക്കേണ്ടിയിരുന്ന സ്നേഹത്തിൻ്റെ സമ്മാനപ്പൊതി അത് സ്വീകരിക്കാൻ കഴിയാതെ പോയതുകൊണ്ട് അയാൾക്ക് നഷ്ടപ്പെട്ട പലതുമുണ്ട്. അയാളുടെ അപ്പനോടും അമ്മയോടുമുള്ള ഒപ്പമുള്ള സൗഭാഗ്യകരമായ ജീവിതം, തൻ്റെ മക്കളെയും ജീവിത പങ്കാളെയും മാതാപിതാക്കന്മാരുടെ മുമ്പിൽ ചേർത്ത് നിർത്താൻ പറ്റാതെ പോയ അവസരങ്ങൾ, ഒരു വലിയ കാലയളവ് എല്ലാവരെയും വെറുത്ത് എല്ലാവരോടും വിദ്വേഷവും വെറുപ്പും വെച്ച് പുലർത്തിയ കാലം, അങ്ങനെ നഷ്ടപ്പെട്ടതെല്ലാം ഓർത്ത് ആ ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞു. അപ്പോഴേക്കും ഒരിക്കൽ ഒരു നോക്ക് പോലും കാണാൻ പറ്റാതെ ആ അപ്പൻ മണ്ണോട് മണ്ണ് ചേർന്നു. സത്യത്തിൽ ഞാൻ ഈ കഥ പറഞ്ഞത് ഈ ലോകത്തിലേക്ക് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്നേഹസമ്മാനം ക്രിസ്തുവായിരുന്നു. എന്നാൽ ആ ക്രിസ്തു തൻ്റെ ശരീരരക്തങ്ങളായി, ആ ക്രിസ്തു തൻ്റെ വചനമായി, അതുപോലെ ജീവിതമായി, ജീവനായൊക്കെ നമ്മളിലേക്ക് വന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടിയിരിക്കുന്ന തെറ്റായ ചില ബോധ്യങ്ങൾ, അറിവില്ലായ്മകൾ, അന്ധത, അജ്ഞത, അതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങളിലെ നന്മയില്ലായ്മ, ഇതൊക്കെ കൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ തിരിച്ച് അവൻ്റെ തിരുമുഖത്തേക്കൊന്ന് നോക്കാൻ ഭാഗ്യം ലഭിക്കുന്നത് വളരെ വൈകിയാണ്.
പലപ്പോഴും ധ്യാനങ്ങളൊക്കെ നടത്തുമ്പോൾ ധ്യാനത്തെയും ധ്യാന കേന്ദ്രങ്ങളെയും സുവിശേഷത്തെയും ഒക്കെ വല്ലാതെ വെറുക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അതിനവർക്ക് വ്യക്തമായി പറയാൻ കാരണങ്ങളുണ്ടാവാം. ജീവിതത്തിൻ്റെ വല്ലാത്ത നിസ്സഹായാവസ്ഥയിൽ ആരോഗ്യവും കഴിവും പ്രാപ്തിയുമൊക്കെ നഷ്ടപ്പെടുന്ന വേളയിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷം കേൾക്കാൻ വന്നു നിൽക്കുന്ന ചിലരെങ്കിലും ഓർക്കാറുണ്ട്, സത്യത്തിൽ നേരത്തെ അറിയേണ്ടതായിരുന്നു, നേരത്തെ കേൾക്കേണ്ടതായിരുന്നു, നേരത്തെ അനുഭവിക്കേണ്ടതായിരുന്നു, നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു ഈ ക്രിസ്തുവിനെ. ഈ പിറവി പെരുന്നാളിൽ ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ച് നമുക്ക് വേണ്ടി പുൽക്കൂട്ടിൽ താലോലിക്കപ്പെട്ട് കീറത്തുണിയിൽ ഒരു ദരിദ്രനെ പോലെ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവനെ നമ്മുടെ ഹൃദയത്തിൽ ഒരു പുൽക്കൂടൊരുക്കി നമ്മുടെ ഹൃദയത്തിൽ അവന് വളരാൻ, വചനത്തിന് വളരാൻ നമുക്ക് അവസരം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് വലിയൊരു അവസരമാണ്. പ്രകൃതി പോലും ക്രിസ്തുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചില്ലേ? മഞ്ഞണിഞ്ഞ ആ രാത്രിയിൽ ഘോരമായൊരു തണുപ്പിൽ സത്യത്തിൽ പ്രകൃതി പോലും മഞ്ഞുള്ള രാജ്യത്ത് പോയി നിന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രാത്രിയിലും ഒരു ചെറിയ പകൽ പോലെ. രാത്രിയിലും ആ മഞ്ഞണിഞ്ഞ സ്ഥലങ്ങളിൽ പ്രകാശം പ്രതിഫലിച്ച് എപ്പോഴും ഒരു വെളിച്ചമുണ്ടായിക്കൊണ്ടിരിക്കും. രാത്രിയായാലും രാത്രി പോലെ തോന്നില്ല, പകൽ പോലെ തോന്നും. രാത്രിക്ക് പോലും പ്രകാശം ചൊരിഞ്ഞു കൊടുക്കാൻ പ്രകൃതി തയ്യാറായി നിൽക്കുന്ന ആ അവസ്ഥയിൽ നമുക്ക് വേണ്ടി ക്രിസ്തു ജനിക്കുമ്പോൾ, നമുക്ക് വേണ്ടി ക്രിസ്തു ജനിച്ചതിനെ നാം ഓർക്കുമ്പോൾ നാമും ഓർക്കണം, നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതിയെ കൂടി നമ്മൾ ഓർക്കണം. നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചതാണ് ഈ പ്രകൃതി. എനിക്ക് ഈ ക്രിസ്മസിനെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, നമ്മൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ്. മാരകമായ പകർച്ചവ്യാധികൾ ഓരോന്നോരോന്നായി ഭൂമിയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കൊറോണ പോലെയുള്ള മാരകവ്യാധികൾ ഭൂമുഖത്തെ മുഴുവനും ഒരുമിച്ച് ഗ്രസിക്കുമ്പോൾ അല്ലാതെ പടരുന്ന എത്രയോ പകർച്ചവ്യാധികളുണ്ട്. അത്തരം രോഗങ്ങളൊക്കെ നമ്മുടെ അശ്രദ്ധ കൊണ്ടും സത്യത്തിൽ പലയിടത്തേക്കും പകരുന്നുണ്ട്. ഈ ഭൂമിയിൽ ക്രിസ്മസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ക്രിസ്തുവാകുന്ന സ്നേഹസമ്മാനത്തെ സ്വീകരിച്ചതിൻ്റെ അടയാളങ്ങൾ നമുക്ക് മുമ്പിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുത്താറുണ്ട്. ഒരു നക്ഷത്രം തൂക്കി. എന്തുകൊണ്ട്? നമുക്ക് കിട്ടിയ പ്രകൃതിയിലെ നമ്മൾ കിടക്കുന്ന ഒരു കൊച്ചുകൂരയും അതിൻ്റെ മുറ്റവും പരിസരവും മാത്രമല്ല, അവിടെ നമുക്ക് മുമ്പിൽ ഒരു വഴിയുണ്ട്. ആ വഴി മറ്റു പലർക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമ്മളും കൂടി ഒരുപക്ഷെ നൽകിയതായിരിക്കും. നമ്മുടെ വീടും പരിസരവുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുകയും നല്ല മരങ്ങളും പൂക്കളും വെച്ച് പിടിപ്പിക്കുകയും നമ്മുടെ വഴിയിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് ആസ്വദിക്കാൻ നമ്മുടെ വഴിത്താരകളിൽ, നമ്മുടെ വീടിൻ്റെ പടിക്കൽ, വഴിയുടെ സൈഡിൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചും ഒരു വഴിയാത്രികന് ഒരു തണലേകാൻ ഒരു മരം വെച്ച് പിടിപ്പിച്ചുമൊക്കെ നമുക്കും സത്യത്തിൽ നമ്മുടെ ഈ ഭൂമിയെ ദൈവത്തിൻ്റെ ഭൂമിയാക്കി, ദൈവം നമ്മെ ഏൽപ്പിച്ച ഭൂമിയാക്കി മാറ്റാൻ സാധിക്കും. ഒരൾത്താര എങ്ങനെയാണോ നമ്മൾ അലങ്കരിക്കുന്നത്, ഒരു മദ്ബഹ എങ്ങനെയാണോ നമ്മൾ അലങ്കരിച്ച് നിർത്തുന്നത് ഭംഗിയായി, അതുപോലെ ഈ ഭൂമിയെ അലങ്കരിക്കാൻ ഇതെനിക്ക് ദൈവം തന്നതായതുകൊണ്ട്, ദൈവം ഇറങ്ങി നടക്കുന്ന ഇടമായതുകൊണ്ട്, ദൈവം വരുന്ന ഭവനമായതുകൊണ്ട് നമ്മുടെ വീടും നമ്മുടെ പരിസരങ്ങളും വളരെ മനോഹരവും ഭംഗിയാക്കുവാൻ നമുക്ക് സാധിക്കും. സത്യത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഓരോ മനുഷ്യരും പ്രകൃതിയെ കൂടി സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹം പ്രകൃതിയിലൂടെ പ്രകടമാക്കുകയാണെങ്കിൽ ഒരു വഴിയാത്രികൻ നടന്നു പോകുമ്പോൾ അയാൾ നോക്കുമ്പോൾ ഈ വീടും പരിസരവും ഇതിൻ്റെ വഴിത്താരയുമൊക്കെ ഇതാ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് എന്തായിരിക്കും ഇത്? ക്രിസ്തുവിനെ അറിയുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ വീടാണത്. നമ്മുടെ സ്നേഹം സമൂഹത്തിന് കൊടുക്കാൻ എത്രയെത്ര നല്ല മാർഗ്ഗങ്ങളാണ് നമുക്കുള്ളത്. ആ മാർഗ്ഗങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ലേ?
അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മൾ അറിയേണ്ടത്, ക്രിസ്തു നമുക്ക് വേണ്ടി സമ്മാനിക്കപ്പെട്ട സ്നേഹ സമ്മാനമാണെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ആർക്കൊക്കെയോ വേണ്ടി പങ്കിടപ്പെടാൻ വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന സ്നേഹ സമ്മാനമാണ്. ആയതുകൊണ്ട് നമ്മൾ അയക്കപ്പെട്ട സ്ഥലത്ത്, നമ്മൾ അയക്കപ്പെട്ടൊരിടമുണ്ട്. അതൊരു ഭവനമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സഭയായിരിക്കാം, ഒരു ജോലി സ്ഥലമായിരിക്കാം. നാം അവിടെ അയക്കപ്പെട്ടവരാണ്. അവിടെ ഒരു സ്നേഹത്തിൻ്റെ സമ്മാനപ്പൊതിയായി തീരാൻ നമുക്ക് കഴിയണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ക്രിസ്മസിൻ്റെ കാലങ്ങളിൽ നാം ക്രിസ്തുവിനെ വഹിക്കുന്ന ആർക്കോ വേണ്ടി അയക്കപ്പെട്ട സ്നേഹ സമ്മാനമായതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സ്നേഹത്തിൻ്റെ സമ്മാനപ്പൊതിയായി സ്വയം മാറ്റി മറ്റുള്ളവർ സന്തോഷവും സ്നേഹവും നാം മൂലം അനുഭവിക്കുവാൻ ഈ ക്രിസ്മസിലൂടെ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയുമാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂവിതിൽ സ്നേഹം പിറക്കട്ടെ, ഭൂമിയിൽ ശാന്തത വാഴട്ടെ, ഭൂവാസികൾ നന്മയാൽ നിറഞ്ഞിടട്ടെ. ഭൂവിതിൽ സ്നേഹം പിറക്കട്ടെ, ഭൂമിയിൽ ശാന്തത വാഴട്ടെ, ഭൂവാസികൾ നന്മയാൽ നിറഞ്ഞിടട്ടെ. ദൂരെ 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 മിന്നിത്തെന്നും താരങ്ങൾ കേൾക്കുന്നിതാ, ദൂരെ ദൂരെ വാനിൽ നിന്നും ഗീതങ്ങൾ. മഞ്ഞണിയുന്ന ഈ സുദിനം മാനവരക്ഷകൻ പിറന്ന ദിനം. മഞ്ഞണിയുന്ന ഈ സുദിനം മാനവരക്ഷകൻ പിറന്ന ദിനം.